എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാചകം ക്യാബേജ് ബിരിയാണി, ക്യാബേജ് തോരൻ. അപ്പോൾ അതിന് ഞാൻ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് തോരൻ പിന്നെ ക്യാബേജ് തന്നെ അല്ലേ അരിഞ്ഞു വെക്കുക? 2 മുട്ട. ഓ, മുട്ടയിട്ട ക്യാബേജ് തോരൻ. വെരി ഗുഡ്. കറിവേപ്പില, പച്ചമുളക്, സവോള, ഇഞ്ചി. അമ്മ ഇത് നമ്മള് കുറച്ച് കുരുമുളക് പൊടി. ഒന്ന് കാണില്ല, അപ്പോഴേക്ക് ഓടുകയാണ് അമ്മ. കടുക് അമ്മേനെ മാത്രമേ കാണുള്ളൂ. അല്ല, ഇതിപ്പോ അമ്മ പറഞ്ഞ അമ്മേനെ മാത്രമേ കണ്ടുള്ളൂ, ഇതൊന്നും കണ്ടില്ല. അത് ഈ ജാക്കി ചായന്റെ സ്പീഡല്ല അമ്മയ്ക്ക്. ഇതാ കടുക്, അതാ അത് വന്നിട്ട് വേഗം വേഗം മാറ്റിയല്ലേ. വേണ്ട, അതൊക്കെ മനസ്സിലാക്കുമല്ലോ. ആകെ ഒരു മണ്ടനെ ഈ ഗ്രൂപ്പിലുള്ള ഞാൻ മാത്രമാണ്. എനിക്കാണ് 2 വർഷം പറഞ്ഞു തരുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മക്കുളി. കോഴീൻ്റെ ആണോ താറാവിൻ്റെ ആണോ കാടയുടെ ആണോ? ആന മുട്ട ഇടും അമ്മ. പണ്ടൊരു ആനമുട്ട തെരഞ്ഞു പോയൊരു കഥയുണ്ട് കേട്ടോ, ഞാൻ ദിവസം പറഞ്ഞു തരാം. നമുക്ക് ഓർമ്മയില്ലേ? ഐസ്കണ്ട് രവി ഓർമ്മയുണ്ടോ? അതൊരു ദിവസം പറയാം. അപ്പോളേ ശരിക്കും ഈ ക്യാബേജിൽ മുട്ടയിടാൻ പോകണം അമ്മ. ഞാൻ തമാശക്ക് പറഞ്ഞതാ. അല്ല, മുട്ട വെച്ചത് കണ്ടു. അതിനിപ്പോൾ എന്തിനാണാവോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വറക്കാനാണാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിപ്പോൾ തന്നെ എടുത്ത് വെക്കില്ലല്ലോ ഉച്ചയ്ക്ക് വറക്കാനുള്ളത്. അപ്പോൾ ക്യാബേജിൽ മുട്ട. നമ്മുടെ ശ്രദ്ധ പോണ്ട. അത് കഴിഞ്ഞിട്ട് മതി. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ബുൾസയാക്കിയിട്ട്? ശാന്തത വേണം അങ്ങനെ, ശാന്തത വേണം. അമ്മ യഥാർത്ഥത്തിൽ ഓരോ പാചകങ്ങളില്ലേ, ഓരോ പാചകങ്ങൾ ചെയ്യുമ്പോഴും വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർ, ഹോട്ടലിൽ ചെയ്യുന്ന ആൾക്കാർ അവരും അതുപോലെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് തന്നെ എല്ലാവരും ചെയ്യുക. പക്ഷേ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും വീട്ടിലുള്ളവർക്ക്. ഒരാൾക്ക് ഇന്നത് ഇഷ്ടമുണ്ടാവില്ല, ഒരാൾക്ക് ഇന്നത് ഇടാണ്ടിരുന്ന ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഈ മുഴുവൻ ചിന്തകളും തലയിൽ വെച്ചിട്ട് വേണം ഓരോ അടുക്കളയിൽ ഓരോ വീട്ടമ്മമാരുടെ അടുക്കളയിൽ കയറാൻ അല്ലേ? അല്ലല്ലോ, ഇതൊക്കെ നമ്മൾ ഭയങ്കര ആലോചിക്കണം. എന്താ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ഇതെന്തിനമ്മ ഇട്ട് എനിക്ക് ഇഷ്ടമല്ല, അതെന്താ നീ ഇടാണ്ടിരുന്ന്, എനിക്ക് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടാവുന്നല്ലോ. ഇത് മുഴുവനും ശ്രദ്ധിക്കണമല്ലോ. ഇന്നത് ഇടാൻ പാടില്ല, ഇന്നത് ഇടണം. എത്ര മൈൻഡിന് വർക്ക് കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ ചെറിയൊരു ഇപ്പൊ പറയാറില്ലല്ലോ. മനസ്സിലായി. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലത് എന്താ അറിയാം, അനുഭവത്തിൽ നിന്നും പഠിക്കുക. അനുഭവത്തിൽ പഠിക്കുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. മനസ്സിലായോ? അല്ലെങ്കിൽ അവർക്കത് നമ്മൾ പറയുമ്പോൾ ഇത് എന്താപ്പത് അടുക്കളയിൽ നിന്നിട്ട് ശരിയല്ലേ വേണ്ടത്. പിന്നെ നമ്മുടെ ഓരോ സെക്കൻഡ് അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അമ്മ കയ്യിലിട്ട് ഇങ്ങനെ ഇടക്കുന്നില്ല, അതിലൊരു ഇത്തിരി വ്യത്യാസം വന്ന് അടിപിടിച്ചിട്ട് മാറ്റാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം അതിൻ്റെ കാര്യം അങ്ങനെയായി. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം. തുള്ളി കറണ്ട് പോയി. എന്താ ഇൻവെർട്ടർ ഓൺ ആവത്ത്? ഇൻവെർട്ടർ ചാർജ് ചെയ്തിട്ടിരിക്കും. അച്ഛനല്ലല്ലോ നീയല്ലേ ചെയ്യാറ്. അച്ഛൻ ചെയ്യാറ് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഈ രുചി വീട്ടിലുള്ള അച്ഛനെ ഇഷ്ടപ്പെടുന്ന പോലെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ, അനിയനെ ഇഷ്ടപ്പെടുന്ന പോലെ, കുടുംബക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ പാചകവും അല്ലേ? അതെ. അപ്പോൾ കടുക്, അപ്പം എന്താ അറിയോ, അപ്പം നോക്കൂ, അപ്പം ഞാൻ കടുകിട്ടു. അതുപോലെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഇടില്ലേ, അതൊക്കെ നമ്മൾ എന്താ അറിയോ, ഓരോന്നിനും ഓരോ കണക്ക്. ആ പ്രകാരം അത് ഇട്ട് വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റും എല്ലാ പാകത്തിനും വേണം. എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഉപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്.
അമ്മ എല്ലാവരും രാവിലെ എണീച്ചിട്ടല്ല പാചകം ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ അവരവരുടെ രീതിയിൽ ഇന്ന ആളെന്നൊന്നുമില്ല എല്ലാവരും സ്റ്റൗ കത്തിക്കുമ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അടുപ്പ് കത്തിക്കുമ്പോൾ അമ്മ എന്താ മറൊന്നും ചെയ്യാത്ത മോനെ നീ കുറ്റം കണ്ടോണ്ട് കളഞ്ഞിരിക്കാ. ഞാനേ രാവിലെ ഇവിടെ വരില്ലേ അപ്പഴാണ് അത് പ്രാർത്ഥിക്കുക. അപ്പൊ നീ കിടന്ന് പുറപ്പിനുള്ളിലായിരിക്കല്ലോ. അപ്പൊ ഞാൻ നിന്നെ കളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല എപ്പോഴേലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ചോദിച്ചാണ് ചെയ്യാറുണ്ടോ. ആ സമയത്ത് നീ പുറപ്പിന്റെ ഉള്ളിലല്ലേ, പിന്നെ നീ എങ്ങനെ കാണാനാ? അല്ല നമ്മുടെ ഇനിയിപ്പോ ഈ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇത് പഴുത്തതാണ്. അപ്പൊ അമ്മ രാവിലെ എണീച്ച് പല്ലിയേക്കാണ്ട് വന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? എടാ വേണ്ട എന്തിനമ്മ അതെന്തിനമ്മ ഞാൻ നീക്കിടക്കാട് ഞാനും കൂടി നീച്ചിട്ട് വിളക്ക് വെച്ചാൽ എനിക്കും കൂടി പ്രാർത്ഥിക്കാമല്ലോ. ആ കറണ്ട് വന്നു. ആ വെച്ചിട്ടുണ്ടാവും. അല്ലമ്മ ചിലർ രാവിലെ എണീച്ചിട്ട് അങ്ങനെ കുളിക്കണമെന്നില്ല അത്ര വിളക്ക് കത്തിച്ചിട്ട് ചെയ്യാന്ന് പറയണത്. അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. തമാശയല്ല പറഞ്ഞത്. രാവിലെ എണീച്ച് വന്ന് വിളക്കൊന്ന് കത്തിച്ചിട്ട് നേരെ പോയിട്ട് അടുക്കള പോയിട്ട് ചായയൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് പോകും. എന്തൊക്കെ അറിയോ? ആദ്യം നമ്മള് എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുക് ഇട്ടു, പിന്നെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ടു, സബോള ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടു, കറിവേപ്പില ഇട്ടു. നല്ല സൂപ്പർ മണട്ടമ്മ. ഇനി നമുക്ക് ക്യാബേജ് ഇട്ടു. ഓക്കേ. മഴ നനഞ്ഞിട്ട് എൻ്റെ സൗണ്ട്. മഞ്ഞളും ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു ഇത്തിരി കേട്ടോ, അത് പറയാൻ വിട്ടു. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടു. ഇത് ചുണ്ണു, അത് കാരണം നല്ല സൂപ്പർ മസാല കേട്ടമ്മ, എനിക്കിഷ്ടമായേ. അപ്പൊ അമ്മ പറയാ അതിലൊരു മുട്ട ഇട്ടത് കൊണ്ടല്ലടാ നിനക്ക് ഇഷ്ടമായിരുന്നു. ഇട്ടില്ലേ? ഇടാൻ പോണുള്ളൂ. അപ്പൊ അതൊക്കെ ഇടുന്ന കാരണം കൊണ്ടല്ലേ മകനെ നിനക്ക് ഇത്ര ഇഷ്ടമായെന്ന് നമുക്കൊരു ചോദ്യം വരാം. അല്ല ക്യാബേജ് ഇട്ട് കഴിക്കും, ബീട്രൂട്ട് കഴിക്കും, ക്യാബേജ്, പയറ്, കായ, അല്ലേ, കായപ്പേരി, പിന്നെന്താ വേണ്ട കടല, ചെറുപയറ്, കടല, ഇതൊക്കെ കഴിക്കും. പിന്നെ എന്താ ഞാൻ കഴിക്കാത്തത്? മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, കയ്പയ്ക്ക, കോവയ്ക്ക, പിന്നെ കുറെ സാധനങ്ങളുണ്ട്. അതൊന്നും നീ കഴിക്കില്ല. അല്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ രണ്ടെണ്ണം വരെ എല്ലാം ഇങ്ങനെ തൊട്ട് നോക്കാൻ ഇടിച്ചക്ക അടക്കം നീ കഴിക്കില്ല അധികം. എപ്പോഴെങ്കിലും ഒന്ന് തൊട്ടാ തൊട്ടു, അത്രയും. എന്തിനധികം പറയുന്നത്? കൂനടക്കം കഴിക്കില്ല. കൂന് നിന്ന് ഞാൻ എന്താ കഴിക്കാത്തറിയാമോ? അതെനിക്ക് പാർസൽ ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നെ കൂനില്ലേ, അത് വലിയ താല്പര്യമില്ല. പിന്നെ അന്ന് പറമ്പിൽ കിട്ടിയത് നീ കഴിച്ചിട്ടല്ലോ. അതാ എൻ്റെ അമ്മ കഴിച്ചോട്ടെ വന്നത്. അത് എത്ര കിട്ടും? എത്ര തന്നെ കിട്ടും? അത് നല്ല ടേസ്റ്റാ, ശരിക്കും ഇറച്ചിയുടെ ടേസ്റ്റാണ് തോന്നുന്നത്. ആ മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ലേ ഇപ്പൊ രുചിയുടെ കാര്യം? ഒരാൾ നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്ന പാചകം ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായി നല്ല അളവിൽ എല്ലാ അളവും കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ മനസ്സും കൂടി അർപ്പിച്ച് എല്ലാവരും കഴിക്കണേ ഭഗവാനെ, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരരുതേ, എല്ലാവർക്കും രുചിയായിരിക്കണേ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു. അമ്മ ചില സമയത്ത് പറയാറില്ല വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി ഇടാന്നൊക്കെ. ദൈവമേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തെങ്കിലും കൊത്ത ഇത് ഓരോന്ന് പറയുമ്പോ ഞാൻ ദേഷ്യം വരും. ഇതമ്മ അതെന്താമത്, ഇതാന്നൊക്കെ പറയും, എന്നൊക്കെ ചോദിക്കുമ്പോ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അത് ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും പറയും, എല്ലാ ചേച്ചിമാരോ അനിയത്തിമാരോ. അമ്മ ഇടയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ, അപ്പൊ അമ്മേനൊന്ന് ഇട്ട് കൊടുത്താണ്. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണേ എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുക. എന്ത് പറ്റി? ജലദോഷം. ഇനി ജലദോഷം വന്ന് ലീവ് എടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും അതുപോലെ തന്നെയാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ ആ കഴിക്കുന്ന ആൾക്കാർക്ക് അത് രുചിയായിട്ട് തോന്നും. നമ്മൾ എല്ലാം മനസ്സർപ്പിച്ച് എല്ലാം ഇട്ട് അതിൻ്റെ ഒരു മനസ്സ് വേണം. അത് ഉണ്ടാക്കുമ്പോ അതിലൊരു ശ്രദ്ധ വേണം. അപ്പൊ എന്റെ അഭിപ്രായത്തില് സന്തോഷത്തോടെ ഉണ്ടാക്കണം. നിക്ക് സന്തോഷത്തോടെ ഉണ്ടാക്കി കഴിക്കണം, കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കും വേണം. പിന്നെ നമ്മൾ അതൊന്ന് രുചിച്ച് നോക്കുമല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അയ്യോ എങ്ങനെ ഉണ്ട്, ഇതിൽ എന്തെങ്കിലും കൂടിയോ കുറഞ്ഞോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും. പോരാത്തിന് നിന്നെയും കൂടി വിളിക്കാറുണ്ട്, ഒന്ന് നോക്കടാ. ഞാനാണത് കറക്റ്റായിട്ട് പറയാ. അച്ഛൻ്റെ അടുത്ത് കൊടുത്ത് പറയും, എന്താ പറഞ്ഞിട്ട് അതൊക്കെ ശരിയാണ്, അങ്ങനെയുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അതും ശരിയാണ്. ശരിക്കും അച്ഛൻ തന്നെ വന്ന് നിന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മോ
സൂപ്പർ. ആ അവർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മോനേട്ടാ നന്നായിണ്ടോ, ആ നന്നായിണ്ട്, പിന്നെന്താ പറഞ്ഞിട്ടാ അത് പെണ്ണും നന്നാവുമല്ലോ, പിന്നെന്താ പറയണോ. അതന്നെ. അതെ. അപ്പൊ അതുപോലെ നമ്മള് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മളൊന്ന് രുചിച്ച് നോക്കി നമുക്കൊരു തൃപ്തി തോന്നും, വരുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സന്തോഷത്തോടെ അവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യും. അവരത് കഴിച്ച് സന്തോഷിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി. ഇനി എന്താ അപ്പൊ എന്താ അറിയോ, ഇതുപോലെ വേറെയും കാര്യങ്ങളുണ്ട്, അതറിയോ നമുക്ക്. ഇനി എന്താ അറിയേണ്ടത്, ഇപ്പൊ രുചിയുടെ കാര്യം അറിഞ്ഞില്ല, ആ രുചി പോലെ വേറൊരു ജ്യൂസ് അല്ല, അതൊന്നും അല്ല ഞാൻ പറയാം. അപ്പൊ നമ്മൾ അതേപോലെ അത് നിനക്കും കൂടി അറിയാൻ വേണ്ടി പറയാണ് കേട്ടോ, പ്രത്യേകിച്ച് അറിയണം, കാരണം അതൊക്കെ അറിഞ്ഞിരിക്കണം കുട്ടികൾ. അപ്പൊ ഈ രുചി നമ്മള് രുചിച്ച് നോക്കി നമ്മള് ഒരാൾക്ക് കൊടുക്കണു, അവരത് ആസ്വദിച്ച് കഴിക്കണു, അപ്പൊ നമുക്കൊരു സംതൃപ്തി കിട്ടണു, കഴിച്ച അവർക്കും സംതൃപ്തിയാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് പറയുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ഇതൊക്കെ ഇതുപോലെ തന്നെ. ഇപ്പൊ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണോ അത് ചെയ്യുക, മനസ്സർപ്പിച്ചാണോ ചെയ്യുക, അതേപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരാളോട് പറയുമ്പോൾ ഓർക്കണം, ഈ വാക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിന് നൊമ്പരമാവോ, അവർക്ക് വിഷമാവോ, നമ്മൾ ഈ പറഞ്ഞത് ശരിയാണോ, ഞാനിങ്ങനെ പറയാൻ പാടുണ്ടോ, ഇതിലെങ്ങനെ ഉപ്പും മുളകും പുളിയും എരിവും ഒക്കെ ചേർക്കണോ, അതേപോലെ തന്നെ ഈ പറയുന്ന വാക്കുകൾ നല്ലതാണോ, ഇതെനിക്ക് പറയാം, അങ്ങനെ ആലോചിച്ച് പറയണം. എടുത്തുചാട്ടത്തില് അമ്മ പറയണത്, നമ്മൾ വായുന്നൊരു സംസാരം വരുമ്പോ ആദ്യം നമ്മുടെ മൈൻഡിലൊന്ന് നന്നായി ചിന്തിക്കണം. ആ ചിന്തിച്ചിട്ട് അത് ഗുണദോഷം പറയുകയാണെങ്കിലും, ഗുണമുള്ള കാര്യം പറയുകയാണെങ്കിലും, ദോഷമുള്ള കാര്യം പറയുകയാണെങ്കിലും, കേൾക്കുന്ന വ്യക്തിക്ക് അതിലൊരു സ്നേഹം ഉണ്ടെന്നൊരു തോന്നലും കൂടി വരണം അല്ലേ. അതല്ല അമ്മ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഒരു വാക്ക് നമ്മുടെ വായന വരുമ്പോ ഈ പാചകം പോലെ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ ശ്രദ്ധ അതിലുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ഒന്ന് പാകപ്പെടുത്തണ പോലെ, അതായത് ഇത് ഞാൻ പറയണോ വേണ്ടേ, പറഞ്ഞ എതിരിലുള്ള അപ്പുറത്തുള്ള വ്യക്തിക്ക് എന്ത് തോന്നും, അവർക്ക് വിഷമാവോ, ഞാൻ ഈ പറഞ്ഞത് ശരിയാവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം. അത് ശരിയല്ലാന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ നമ്മളത് പറയരുത്. അപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കും. ഏത് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും, ബന്ധങ്ങളാണെങ്കിലും, സഹോദരങ്ങളാണെങ്കിലും, അച്ഛനും അമ്മയാണെങ്കിലും, അതെന്താ പ്രത്യേകിച്ച് എടുത്തുചാട്ടുള്ളവർക്കൊക്കെയാണത് ഏറ്റവും ബാധകം. ഞാൻ എവിടുന്ന് ചാടിയെന്നാണ് പറയണത്, ഞാൻ ചാടാറില്ല. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ആലോചിക്കാണ്ട് പറയുന്ന സ്വഭാവം ഉണ്ട്. അതെ ചില മാമ്മന്റെ കയ്യിൽ നിന്ന് കിട്ടിയതമ്മ. എന്തെങ്കിലും ആവട്ടെ, ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അത് നല്ലതല്ല. അപ്പൊ നമ്മള് അങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കും. പൊതുവെ ആരും അങ്ങനെ ചിന്തിച്ച് സംസാരിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് എല്ലാവരുടെ കയ്യിൽ നിന്നും പാകപ്പിഴകളൊക്കെ വരാം. പക്ഷെ എന്നാലും അങ്ങനെ സംസാരിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞ് അത് വളരെ നല്ലതാണ്. എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ഒരുമയോടെ കൊണ്ടുപോകാൻ പറ്റും. ഈ അടുക്കളയ്ക്കും സംസാരത്തിനും നമ്മളൊരു ബന്ധം ക്രിയേറ്റ് ചെയ്തോ അമ്മ? പിന്നെന്താ, എന്റെ അമ്മ ഈ ബുദ്ധിയൊക്കെ ഇവിടെ ലോക്കറിൽ വെച്ചൊക്കെ ആയിരുന്നോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ബുദ്ധി തന്നെ. അപ്പൊ ഈ നമ്മുടെ ഈ കാണുന്ന ഈ പാചകം അതും തമ്മിൽ എന്താ, ഇത്രയും ഇപ്പൊ ഇറച്ചി വെക്കണം, മീൻ വെക്കണം, പച്ചക്കറികൾ വെക്കണം, ഓരോന്നിനും ഓരോരോ രീതിയിലുള്ള മസാലകളൊക്കെ ഇട്ട് നമ്മൾ വെക്കണം. അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇത് ഇങ്ങനെ വെക്കണം, അതാണ് അങ്ങനെയൊക്കെ. നമുക്ക് ഇതൊക്കെ ഒരാൾ പഠിപ്പിച്ച് തരുന്നേക്കാൾ മുമ്പ് ഓരോരുത്തർ തന്നെ പഠിച്ചതാണല്ലോ, തന്നെ മനസ്സിൽ തോന്നിയത്. അവരിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ നിങ്ങളുടെ സ്വഭാവത്തിലും ഇതേപോലെ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെ അനുകരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുന്ന സംസാരം, അതിൽ അപ്പം നിങ്ങളുടെ പ്രവൃത്തി, ഒരാളോട് പെരുമാറുന്ന രീതി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം അവരുടെ മനസ്സിൽ അത് അങ്ങനെ നിൽക്കും, തങ്ങി നിൽക്കും. ഇപ്പൊ അമ്മ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ അറിയോ, ഇപ്പൊ ഈ രുചിയുള്ളൊരു ഭക്ഷണം, ഈ രുചിയുള്ളൊരു ഭക്ഷണം എങ്ങനെ രുചിച്ച് നോക്കിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ നാവിന്ന് വരുന്ന വർത്തമാനങ്ങൾ, ആ സംസാരം, ഒരാളിന് ഒരു ഉപദേശം നൽകുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരാളിനോട് നീ ചെയ്തത് ശരിയായില്ല എന്ന് അവൻ്റെ കുറ്റം അവനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിലും, അവൻ്റെ നന്മകൾ പറയുകയാണെങ്കിലും, നമ്മൾ എങ്ങനെ പാചകം ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം അതിൻ്റെ രുചിയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കുക. അതിൽ ആവശ്യത്തിന് മസാല വരട്ടും, മധുരം ഉണ്ടാവും. ഇപ്പോൾ ഈ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, കളർഫുള്ളായില്ലേ? അടിപൊളി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, മനസ്സിലായോ? നമുക്ക് കളർഫുള്ളാക്കാൻ പറ്റും. നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട്
നമ്മുടെ എല്ലാ ദേഷ്യവും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമുക്കിത് തീർച്ചയായിട്ടും. അപ്പോൾ പറഞ്ഞു വരുന്നത്, എങ്ങനെ എത്ര ആസക്തിയോട് കൂടിയാണോ നിങ്ങൾ രുചിയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതേ ആസക്തിയോടുകൂടി ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അപ്പം അമ്മ ഒരു കുറ്റം ചെയ്തു എന്ന് വെക്കുക. ഞാൻ അങ്ങോട്ട് അമ്മ പറഞ്ഞതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അമ്മ ഒരു കുറ്റം ചെയ്തു എന്ന് വെക്കുക. ആ കുറ്റം അമ്മേനോട് അമ്മ ചെയ്ത കുറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരേണ്ട രീതിയിൽ മനസ്സിലാക്കി തരുമ്പോൾ ആ മനസ്സിലാക്കി തരുന്നതിനൊരു സ്നേഹം ഉണ്ടാവും. അതിൻ്റെ പകരം അമ്മ ഇന്ന കുറ്റം ചെയ്തത് ഇന്ന രീതി ആയിപ്പോയി എന്ന് വിരൽ ചൂണ്ടിയിട്ട് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് അമ്മേനെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. അതേപോലെ ഒരാളിനെ പുകഴ്ത്തി പറയുമ്പോൾ അതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഈ മുഖസ്തുതി പറഞ്ഞ പോലെ ചിരിച്ച് കളിയാക്കി പറയും പോലെ പറയാതെ ആ ഒരു ഇൻസ്പിറേഷൻ അവർക്ക് കൊടുക്കുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയ നിലയിൽ അവൻ എത്തണം, ഞാൻ ഈ പറഞ്ഞ വാക്കുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി വേണം അതും കൂടി ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാ പറഞ്ഞാൽ, ചില പാചകം എരിവുണ്ടാവും, പക്ഷെ അതും കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് സ്പൈസി. ചില പാചകം മധുരമായിരിക്കും. ഇപ്പോൾ പായസം പോലെയുള്ളതൊക്കെ നല്ല മധുരമായിരിക്കും, അതും കഴിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുപോലെ ചിലത് നമ്മളെ സ്നേഹത്തോടുള്ളവർ പറയുന്ന വാക്കുകളുണ്ടാവും. ആ വാക്കുകൾ പലതും പല രീതിയിലുള്ളതായിരിക്കും, പക്ഷെ പറയേണ്ട രീതിയിൽ എത്തേണ്ട ചെവികളിൽ എത്തുമ്പോൾ ഹൃദയത്തിൽ എന്നോ എൻ്റെ ഓർമ്മയും സ്നേഹവും എന്നും ഉണ്ടാവും. അതിൻ്റെ പകരം അന്തമില്ലാതെ ഇപ്പം തന്നെ തോന്നിയ കാര്യം ഇപ്പം തന്നെ വായ തുറന്ന് വിളിച്ചു പറഞ്ഞ് സ്വയം മോശമാകുകയും എതിരിൽ നിൽക്കുന്ന ആളിനെ എന്നേക്കും നഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ. ബന്ധങ്ങൾ ഉണ്ടാവുന്നതും നശിക്കുന്നതും ശരിക്കും പറഞ്ഞ നാക്കിൻ തുമ്പത്താണ്. അതല്ല അമ്മ പറഞ്ഞു വന്നത്? റൈറ്റ് മമ്മ? ഈ ബുദ്ധി പ്രവർത്തനത്തിൽ കാണാറില്ല എന്നായിരിക്കും അമ്മ എന്നായിരിക്കും അമ്മ അടുത്ത കംപ്ലൈന്റ് പറയാൻ പോണത്. എന്തുകൊണ്ടാണ് മകനെ സംസാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാത്തത്? അതാണ് ഞാൻ പലരോടും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അമ്മ ഈ ഇങ്ങനെ സംസാരിക്കുന്നവർ മുഴുവനും അതുപോലെ ജീവിക്കാത്തത്? ഞാൻ നന്നായില്ലെങ്കിലും മറ്റുള്ളവർ നന്നാവത്തെ ഞാൻ ചിന്തിച്ചാൽ പോലെ ആദ്യം നീ നന്നാവുക, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കാൻ നോക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യൻ അതെ പോണ്ട. അപ്പൊ എന്നെയാണോ അമ്മ ഈ പറഞ്ഞത് മുഴുവനും? പണ്ടൊരു കാലത്ത് ഒരു 100-120 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തുചാട്ടത്തിൽ എനിക്ക് കൂടുതലായിരുന്നു. അപ്പൊ തന്നെ എന്താ നന്നാല് വെക്കേണ്ട സമയമായിടാ. 125 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്മ അല്ല വൺസ് അപ്പോൺ എ ടൈം പണ്ടൊരു കാലത്ത് അല്ല ഞാൻ അങ്ങനെയല്ല കണക്കൂട്ടിയത്. അല്ല ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞാണ്. അല്ല ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞു. അല്ല ഒരു സമയത്ത് ഞാൻ ഒരു എടുത്തുചാട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. അത് എൻ്റെ അമ്മയോടൊപ്പം കൂടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അമ്മയോടൊപ്പം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോഴാണ് ഇത്തിരി വ്യത്യാസമൊക്കെ വന്നത്. ഈ ചന്ദനം തൊട്ട ചന്ദനം മണക്കും പറയും പോലെ ഞാൻ എവിടെയോ എന്തോ തൊട്ടപ്പോൾ അത് മണത്തു. ഇപ്പം ചന്ദനം തൊട്ടപ്പോൾ നല്ല ചന്ദനം മണം വരുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അതിലൊക്കെ മാറ്റം വരുത്താനാണ് ഈ അമ്മ പറഞ്ഞൊരു സംഭവം ഉള്ളത്. അമ്മ മാത്രമല്ല, ലോകത്ത് നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, ഈ എല്ലാ ബന്ധങ്ങളിലും അതിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു പ്രായത്തിൽ എടുത്തുചാട്ടമൊക്കെ ഉണ്ടാവും. അതെ അതന്നെയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വേർപ്പിന്റെ അസുഖം ഉണ്ടെന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് തോന്നുന്നുണ്ട് അല്ലമ്മ. അതേപോലെ ഈ മഴക്കാലത്ത് ഈ കുരുമുളക് പൊടി ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുള്ളൂ. എരിവിനൊക്കെ ഇതിപ്പോൾ പച്ചമുളക് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു. ഇനി കളർഫുള്ളായിട്ടുള്ള ഇത് നിങ്ങൾക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിക്കും വെറുതെ പ്ലേറ്റിലിട്ട് വേണം കഴിക്കാൻ. നമുക്ക് കഴിക്കും. ഞാനൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്, ചൂടോടുകൂടി കഴിക്കാറുണ്ട്. സൂപ്പറായിട്ട് കളർഫുള്ളായിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല മണം വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് ഇടാട്ടോ. ഞാൻ അമ്മ എല്ലാ കാര്യത്തിലും ഇത്ര പിസ്കി ആയതുകൊണ്ട് 2 ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു 5-6 ഇട്ടോളൂ, വേണമെങ്കിൽ 10-12 ഇട്ടോളൂ. അതിന്റെ ആവശ്യമില്ലല്ലേ? ആവശ്യത്തിന് ആവശ്യത്തിനല്ല ഇടാൻ പാടുള്ളൂ അല്ലമ്മ. അപ്പൊ അമ്മ ഈ കുപ്പയില് വീണാലും മാണിക്കാണ് പറയും പോലെ എന്താ അത് ഒരു പാചകത്തിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് പാചകവും സംസാരം തമ്മിലൊരു കണക്ട് ചെയ്തിട്ട് എന്റെ അമ്പമ്മേ ഇത് ഭയങ്കരമായി പോയിട്ടോ. ഞാൻ പഴയ കാലത്തെ ആളാണല്ലോ, അമ്മക്ക് എന്തറിയാന്നൊക്കെയാണല്ലോ നിങ്ങളുടെ മക്കളുടെ വിചാരം. അമ്മക്ക് എന്തറിയാ? അല്ലല്ല അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എങ്ങനെയാണ് പറയാ? അമ്മക്ക് അറിയില്ല പാവം, അങ്ങനെ പറയല്ലേ? അതിപ്പോ അത് പറയാറില്ല. പാവം അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മയ്ക്കൊന്നും അറിയില്ല. എന്തിനു നിങ്ങൾ അങ്ങനെ വിചാരിച്ചു? അത് അവന് ചോട്ടും പറയും
ആ അമ്മയ്ക്കൊന്നും അറിയില്ല കേട്ടോ, അമ്മേൻ്റെ അടുത്തും ചോദിക്കണ്ട. അമ്മക്കറിയില്ല പാവം, അമ്മക്ക് എന്താ ഈ അമ്മ ഇനിയിപ്പോ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പോലെ ഒരു കഥ നാളെ ഉണ്ടാവോ? അതുണ്ടാവും. ഉണ്ടാവോ? അത് അമ്മ പണ്ട് എന്തറിയോ, അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറയില്ല. എല്ലാ മക്കളും അമ്മമാരോട് ഇങ്ങനെ പറയും. അത് എന്തറിയോ, അവരുടെ വിചാരം എന്താ അറിയോ, അമ്മമാര് വീട്ടിനുള്ളിൽ അടുക്കളയിൽ ഇങ്ങനെ തളച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ, തളച്ചിട്ട പോലെ തളച്ചിടുകയല്ല നമ്മള് സ്വയം. അപ്പൊ നമ്മളങ്ങനെ ഇരിക്കുമ്പോ എല്ലാ മക്കൾക്കും ഒരു തോന്നലുണ്ട്, ഈ അമ്മമാർക്ക് ഒന്നും അറിയില്ല. പറയും അത് എങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ നമ്മളത് കേട്ടോണ്ട് നാളത്തെ വീഡിയോയിൽ പറയൂലേ, പറയും ഉറപ്പായിട്ടും പറയും. അപ്പോഴേ അത് പറഞ്ഞോളൂ, നാളെ ഞാൻ പറയാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ വലിയൊരു കഥ വരാൻ പോകുന്നുണ്ട്, ഉറപ്പാണ്. മനസ്സിലായി? അപ്പോൾ ഇനി മകനെ നീ വായ പൊത്തിട്ട് ഇരുന്നോ. കാരണം എന്താ അറിയോ, നിന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച ഞാനാണെങ്കിൽ അമ്മയ്ക്ക് എന്തറിയാന്നുള്ള ചോദ്യം എല്ലാ മക്കളും എല്ലാ അമ്മമാരോടും, അടുക്കളയിലുള്ള അമ്മമാരോട്, പുറത്തൊക്കെ ഇറങ്ങി ജോലിക്കൊക്കെ പോണ അമ്മമാരോട് അവർ ചോദിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇതുപോലെ ഞങ്ങളെ പോലെയുള്ള വീട്ടമ്മമാരോട്. അത് ഞാൻ അതിന് വേണ്ടിട്ട് ചോദിച്ചാണ്. അത് ഞാൻ നാളെ മറ്റന്നാളോ എപ്പോഴെങ്കിലും അല്ല, ഇനിയിപ്പോ അമ്മ അത് മറന്ന ഞാൻ ചോദിക്കും ഇതെന്താണെന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഈ മഴക്കാലത്ത് ഓരോ വീട്ടിലുള്ള സ്ത്രീകളും കൊലപാതകികളായി മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെ, ഭയങ്കര. കേരളം നിൽക്കുമ്പോ ഞാൻ പറഞ്ഞുതരാ, വേണ്ടാത്തല്ല ഞാൻ പറയണ മുഴുവൻ കേൾക്കാമാ, കേട്ടിട്ട് പറയേ. എന്റെ അമ്മ ഞാൻ മുഴുവൻ കേക്കട്ടെ. ന്യൂസിലൊന്നും അല്ലമ്മ, അല്ലമ്മ അമ്മയടക്കം ഞാൻ പറയണ കേക്ക്. അതേ അമ്മ ഞാൻ പറയണ കേക്കമ്മ. രാവിലെ എണിച്ചു കഴിഞ്ഞാ 150-200 കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഒരു ദിവസം ഒരു വീട്ടില്. അപ്പൊ ഒരു സ്റ്റേറ്റിൽ എത്ര നടക്കുന്നുണ്ടാവും? ഈച്ചനെ കൊല്ലിയ എത്ര ഈച്ചനെ കൊല്ലുന്നു. അമ്മന്ന് രാവിലെ എണീച്ചിട്ട് കുറെ കൊലപാതകം നടത്തില്ല അമ്മ. അല്ലെങ്കിൽ പിന്നെ ഈച്ചനെ വളർത്താൻ അതന്നെ അമ്മ. ഇപ്പൊ വീട്ടിലുള്ള മുഴുവൻ അല്ല, കേരളത്തില് വീട്ടിലുള്ള മുഴുവൻ സ്ത്രീകളും ഇപ്പോ രാവിലെയും വൈകുന്നേരത്തും ഉച്ചയ്ക്കും ഈ മരുന്ന് വെക്കുക, ചത്തേനെ കൊണ്ടുപോയി കളയുക. ഇത് സ്ഥിരം പരിപാടിയായി മാറിയിട്ട്. കാരണം വേറെ രക്ഷയില്ല. അല്ലമ്മ ഇതുകൊണ്ട് എന്തൊക്കെ പനിയാ വരുന്നത് ചെയ്യണം. അപ്പൊ ഞാൻ അതല്ലേ പറയാൻ പറ്റും. അമ്മ എന്തെങ്ങനെ പേടിക്കണത്? വീട്ടമ്മമാരല്ല, മിക്കവാറും വീട്ടിലെ സ്ത്രീകളാണല്ലോ കൂടുതൽ ഉണ്ടാവുക. ഇനി പുരുഷന്മാരൊരു 10%, 20% ആൾക്കാരുണ്ടെങ്കിൽ അവര് അല്ല വളർത്തണ്ട. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പൊതുവെ ഒരു പണി എന്താ പറഞ്ഞാൽ ഈച്ച കൊലപാതകം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പറയാൻ സമ്മതിക്കില്ലല്ലോ. കൊലപാതകമോ എവിടെ വന്ന് ചാടിക്കളിച്ചാ ഞാൻ പറഞ്ഞില്ല അമ്മയും ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ മുഴുവൻ വീട്ടമ്മമാരും രാവിലെ എണിച്ച ഈച്ചയെ കൊല്ലുക, വൈകുന്നേരമായ ഒരു ബാറ്റ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞ അല്ല ബാഡ്മിന്റൺ കളിക്കുമ്പോൾ അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് ഒരു തട്ട്, അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് ഒരു തട്ട്. നല്ല പ്രാക്ടീസാണ്, കൈനൊരു എക്സസൈസ് ആണ്. അത് കൊതു. അപ്പൊ കൊതുവിന് ഈച്ചേനെയൊക്കെ കൊന്ന് അവരാകെ ടെൻഷനിലാണ്. അത് കാരണം കുറച്ച് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഈച്ച ഇങ്ങനെ വീട്ടിൽ നിറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാണ്ട് ഒരു കൂട്ടുണ്ടാക്കിയിട്ട് വളർത്താൻ പറ്റുമോ അമ്മ? ഇപ്പൊ അമ്മയൊക്കെ ഭയങ്കര സാധു ജീവിയാണെന്ന് വിചാരിക്കുക കേട്ടോ, അല്ല കേട്ടോ. അപ്പൊ അമ്മ അതുകൊണ്ട് അമ്മ ഈച്ചനെ വളർത്തില്ലല്ലോ. ഈച്ചനെ വളർത്തി എന്ത് സംഭവിക്കും? അസുഖങ്ങൾ വരും. അത് കാരണം ഈച്ചനെ വളർത്താൻ പറ്റുമോ? മോനേട്ടാ മരുന്ന് മേടിച്ചിട്ട് ഒരു ഈച്ചനെ കൊല്ലെന്നല്ല അമ്മ പറയുള്ളൂ. ഈച്ച വന്നോട്ടെ, ഞങ്ങൾ തിന്നേന്റെ ബാക്കി തിന്നു പോക്കട്ടെ എന്നൊന്നും ആരും പറയില്ലല്ലോ. കൊല്ലേണ്ടത് കൊല്ലന്നെ വേണം. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും ഇപ്പോൾ തൽക്കാലം കേരളത്തിൽ ഈ മഴക്കാലത്ത് ചക്കടയും മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട്, ചക്കട കഴിയാറായി, അങ്ങനെ മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട്, അതെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് വന്ന ഉടനെ ഈച്ചയും വരും. അപ്പോൾ എല്ലാവരും രാവിലെ എണീച്ചിട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കളയ പാവം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണം. ഈ മരുന്നൊക്കെ കയ്യിലായത് അതിനെ വീണ്ടും കഴുകണം. ഇതിനെ കൊണ്ടുപോയി കളയുന്നത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടൗണിലാണ് ഇത് ഏറ്റവും കൂടുതൽ, അല്ലെ വലിയ വലിയ സിറ്റികളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നാളെ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, ഒന്നും അറിയില്ല എന്നുള്ളത്, അതിനുള്ളൊരു മറുപടി നാളെ അമ്മ പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്താ പറയുക, പഴയ ഒരു കഥ എഴുത്തുകാരിയാണ് അമ്മ. പണ്ടൊക്കെ ഏതോ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് ഒരു ചെറിയ തുകയൊക്കെ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ഏത് മലയാളത്തിലായിരുന്നു? അല്ല മലയാളത്തിലല്ല, കന്നഡത്തിൽ. ഒരു വീക്ക്ലിയിലൊക്കെ എഴുതിയിട്ട് അന്നൊരു സംഭാവന എത്ര കിട്ടിയെന്ന് അന്നത്തെ ഒരു കാലത്ത്. ഞാനൊക്കെ എത്ര ചെറുപ്പത്തിൽ ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവോ? അത്ര ഇല്ലാത്ത കാലത്താണ് ഇതൊക്കെ കിട്ടിയിരിക്കണം. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബുദ്ധി ഇല്ലേന്ന് ചോദിച്ചാൽ ബുദ്ധിരാശായിട്ട് വരുമല്ലമ്മ. അപ്പൊ അമ്മയുടെ ബുദ്ധി നമ്മുടെ കുടുംബക്കാരൊക്കെ കാണട്ടെ കേട്ടോ. എന്നിട്ട് അവസാനം എന്നെ വിളിച്ച പോലെ അമ്മേനെ മണ്ടീന്ന് വിളിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോ എല്ലാം റെഡിയായില്ലേ?
ചില ദിവസങ്ങളിൽ ഉമ്മ കൊടുക്കാനും ഊണ് കഴിക്കാൻ പിടിക്കാൻ നല്ല കളർഫുള്ളായി നല്ല ഭംഗിയായി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. കാബേജ് ഇഷ്ടപ്പെടാത്തവരും ഇത് കഴിക്കും. എന്താ പറഞ്ഞാൽ ഇതിലെല്ലാം കൂടി ഇങ്ങനെ ഉള്ളപ്പോഴേ അത് എനിക്കിത് കാണുമ്പോൾ ഒരു എഗ് ഫ്രൈഡ് റൈസ് കണ്ട പോലെ അങ്ങനെ തോന്നുന്നില്ലേ? ഒരു മണം അതുപോലെ ഇത് ചപ്പാത്തിക്ക് സൂപ്പറാണ് കേട്ടോ. അടിപൊളി 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 ചപ്പാത്തിക്ക്. അപ്പോൾ ഇന്നത്തെ കാബേജ് ഉപ്പേരി പിന്നെ ഇന്നത്തെ മീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഏത് കാര്യം? ഈ അടുക്കളയിലുള്ള രുചിയുള്ള ഭക്ഷണം പോലെ ആവട്ടെ, നമ്മുടെ ചിന്തകളിൽ നല്ലൊരു രുചി ഉണ്ടാവട്ടെ, ഞങ്ങൾ പറയുന്ന വർത്താനങ്ങളിൽ എല്ലാ ചേരുവകളും അടങ്ങിയിരിക്കട്ടെ. കേൾക്കണവന് ഉപദേശമായാലും നന്മയുള്ള വാക്കുകളായാലും അല്ലെങ്കിൽ അവനെ ഗുണദോഷിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചതിന് ശേഷം സംസാരിച്ച എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ പോകും അല്ലേ? ഇതല്ല അമ്മ ഉദ്ദേശിച്ചത്. ഭഗവാൻ അമ്മയ്ക്കൊരു ആശ്രമം തുടങ്ങുന്നത് തോന്നുന്നു. അമ്മ ഞാൻ തുടങ്ങുന്ന ആശ്രമത്തില് അമ്മയ്ക്കൊരു സിംഹാസനം തരാം കേട്ടോ. അല്ലമ്മ ഇപ്പൊ രഞ്ജിത്താനന്ദ സ്വാമി പറഞ്ഞ രഞ്ജിത്താനന്ദ സ്വാമിയുടെ മാതാവ് പറഞ്ഞ അതിന്റെ മുകളിലൊരു വീട് ഇല്ല അല്ലേ? എന്നാ പിന്നെ ഞാൻ പോണില്ല. അത് ശരിയാവില്ല. ആരാ ഭക്ഷണം വെച്ച് പണിക്കാരോ? അല്ലെ സന്യാസിമാരാണോ ഭക്ഷണം വെച്ച് കൊടുക്കാർക്ക്? എന്നാ ഞാനില്ലേ, സന്യാസിയാവാൻ ഞാനില്ല. അമ്മ ഒരു കാര്യം ചെയ്യും. അല്ല കിച്ചണിലെ ആളിനെ വേണമെങ്കിൽ പണിക്ക് വെക്കല്ലേ? എനിക്ക് നല്ല ഇത് ഒരുപാട് വരുമാനം ഉണ്ടാവല്ലോ. അപ്പം ആണോ? അങ്ങനത്തെ സന്യാസി ആവില്ല ഞാൻ. അപ്പൊ ക്രിസ്ത്യൻ സന്യാസിമാര് മുസ്ലിം സന്യാസിമാരൊക്കെ ഇല്ലേ? അതിലേതിലേനും പോവാ ഞാൻ. ഇതൊന്നും ശരിയാവില്ല. ഒന്നും തിന്നാണ്ടുള്ള ഒരു സന്യാസത്തിൽ ഞാനില്ല. പക്ഷെ അമ്മേന്റെ ഒപ്പം വരണം. അപ്പൊ അച്ഛനാര് നോക്കും? ദുബായിൽ നിന്ന് വന്ന അവനെയും അനുമോളിലേക്ക് ആര് നോക്കും? അവരൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങളെ നോക്കട്ടെ അമ്മ. ആശ്രമത്തിൽ വന്നൊരു VIP കളല്ലേ ഞങ്ങള്. അപ്പോ ഈച്ച കൊലപാതകയായ എൻ്റെ അമ്മയ്ക്കും ഇതുപോലെ ഈച്ചകളെ കൊന്ന് കൊലപാതകളായി മാറിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ആദ്യം ബായി. അപ്പൊ